ഒരുപാട് വർഷത്തെ സ്വപ്നമാണ് അമ്മച്ചിയുടെയും എൻ്റെയും ഞങ്ങളുടെ ഫാമിലിയുടെയും. അപ്പോൾ ഇന്ന് ഏറ്റവും ലൈഫിലെ ഏറ്റവും നല്ല ദിവസമാണ് എപ്പോഴും പറയണ പോലെ തന്നെ. അല്ലേ എം ജി? പിന്നെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. എങ്ങനെയാണ് താരനെ കണ്ടെത്തിയത്? താരനെ കണ്ടെത്തിയത് ഒരു 5 വർഷം മുമ്പാണ്. ഒരു ഫാൻ ഗേളായിരുന്നു. ഫാൻ എന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ ഫാൻ. അമ്മച്ചിനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അമ്മച്ചിയുടെ വീഡിയോസ് കണ്ടിട്ട് ആലുവയിൽ ജോലി ചെയ്യണമായിരുന്നു താര ആ സമയത്ത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ, ഞാനൊരു സോഷ്യൽ മീഡിയ നമ്പർ ഇട്ടിട്ടുണ്ട്, പ്രോഗ്രാം നമ്പർ എന്ന് പറഞ്ഞ്. ആ നമ്പറിലാണ് താര വിളിക്കുന്നത് അമ്മച്ചിനെ പരിചയപ്പെടാനും എന്നെ പരിചയപ്പെടാനും. അപ്പോൾ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ താര കോൾ വന്നപ്പോൾ അങ്ങനെ ഇടയ്ക്ക് അർജൻറ്റാണെങ്കിൽ ഞാൻ സംസാരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളെടുക്കണം ഫോണൊക്കെ. താരക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ് അപ്പോൾ ആലുവയിൽ ഒരു ഉദ്ഘാടനത്തിന് ഞാൻ വരും, അപ്പോൾ കാണാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആദ്യമായിട്ട് ആ താരനെ കാണുന്നത്. ആദ്യം ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഒരു 3 വർഷം നല്ല ഫ്രണ്ടായിരുന്നു. എപ്പോഴെപ്പോഴും കാണുന്നില്ലായിരുന്നു, വല്ലപ്പോഴൊക്കെ കാണും. നല്ല സുഹൃത്തായിരുന്നു. നല്ല സുഹൃത്ത്. ഞാനാണ് ഇഷ്ടം തോന്നുന്നു. സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് കല്യാണം കഴിക്കാണ്ട് ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല. ഈ താരനല്ലട്ടാ, അല്ലാതെ ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് നാൾ അമ്മച്ചി എൻ്റെ കല്യാണം ആഗ്രഹിച്ച്. അപ്പോഴൊന്നും എനിക്ക് സിനിമാ രംഗവും ഇവിടെ സ്റ്റാർ മേജിക്കും അങ്ങനെയൊക്കെ അങ്ങനെ തിരക്കായിട്ട് പോയി. ലൈഫിൽ ബിസി ആകുമ്പോഴല്ല സന്തോഷം വന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ അറിയുന്ന ഫിലിം ഫീൽഡൊക്കെ അല്ലേ, അപ്പോൾ എന്നെ അറിയുന്ന ആളായിരിക്കും. നമ്മൾ എപ്പോഴും കാണുന്നത് കുറച്ചാളൊക്കെയാണ് കല്യാണം കഴിച്ചാൽ നിൽക്കുകയുള്ളൂ, ബന്ധങ്ങൾ ഫിലിം ഫീൽഡൊക്കെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ആയിപ്പോകരുത്, എന്നെ മനസ്സിലാക്കുന്ന ഒരു കുട്ടിയായിരിക്കണം. മനസ്സിലാക്കാനായിട്ട് 3 വർഷം കൊടുത്ത്, പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് 2 വർഷം കൊടുത്ത്, ഇപ്പോൾ ശരിക്കും മനസ്സിലായി. ഇപ്പോൾ വീട്ടിലേക്ക് വരാൻ നേരത്തെ ഇനി എങ്ങനെയാണ് ജീവിതം, ഞങ്ങളുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡ് കാലം തുടങ്ങി എൻ്റെ ജീവിതം തുറന്നു കാണിക്കുന്നത് എൻ്റെ ചാനലിലൂടെ. ഭയങ്കര വ്യൂ ഉള്ള ചാനലാണ് എൻ്റെ. ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബാണെങ്കിലും ഒരു സിനിമ കാണുന്ന പോലെയാണ് ഞങ്ങളുടെ ലൈഫ് കണ്ടിരിക്കുന്ന ആൾക്കാർ. ഈ കല്യാണം ഒരു ഇൻ്റർവ്യൂല്ല. ഈ താരയെടുത്ത് ഇഷ്ടം പറയുന്നതിന്റെ മുന്നേ അമ്മയുടെ പറഞ്ഞിട്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് താര. അമ്മച്ചി പറയുന്നത് ബ്രോക്കർ 3 ഫോട്ടോന്ന് നോക്കണം, എന്നിട്ട് മൈ വയ്ക്കാതെ അയാൾ പറഞ്ഞു അപ്പൊ അടുത്ത പ്രാവശ്യം കാണാൻ കണ്ടിട്ട് അയാളെ പാൽപ്പറമ്പ് വന്നിട്ട് അത് കാരണം അമ്മച്ചി അങ്ങനെ നേരത്തെ പറയാൻ പറ്റില്ല. ഇത്തരം വെച്ച് താമസിപ്പിക്കേണ്ട വലിയ കാര്യം. അതെ അതെ, ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരയും ഞാനും പരസ്പരം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രം അറിയാൻ പാടില്ലായിരുന്നു. പിന്നെ സ്റ്റാർ മേജിക്കിലെ ഒരു 3-4 പേർക്ക് അറിയാമായിരുന്നു. അനുവിനെ അറിയാമായിരുന്നു, നമ്മുടെ ഐശ്വര്യയൊക്കെ അറിയാമായിരുന്നു, നമ്മുടെ ആലീസ്, പിന്നെ അറിയാവുന്നത് ശ്രീവിദ്യ, ലക്ഷ്മിയൊക്കെ അത് കഴിഞ്ഞിട്ടായിരുന്നത്. അവർക്കൊക്കെ ശരിക്കും അവരൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് സാറിനോട്. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ
2 വർഷത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. റിപ്പീറ്റേഷനാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. നമ്മളെ മനസ്സിലാക്കി വരുന്ന ഒരു കുട്ടിയായിരിക്കണം എന്നുള്ള എൻ്റെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഒരു പബ്ലിക്കിൻ്റെ അടുത്ത് നമ്മൾ കല്യാണം കഴിക്കാൻ പോണെന്ന് പറയുകയാണെങ്കിൽ വീട്ടുകാർ തമ്മിൽ നമ്മളിത് ഉറപ്പിക്കണം. ഞാൻ എൻ്റെ മനസ്സമ്മതത്തിൻ്റെ അന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാനത് ഉറപ്പിച്ചതിന് ശേഷം ഇവർ വീട്ടിൽ പോയിട്ട് ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ